ചിന്തിക്കുന്നതിലും അപൂർവമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ ഇടവകയിലെ മത്തായി ചേട്ടനും ചിഞ്ചുമോളും ഇതാ നിങ്ങളുടെ മുന്നിൽ. എന്നാലും എന്നെ ചിഞ്ചുമോള് നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായടി? എനിക്കാണ് ഒരു വല്ലായ്മ. വല്ല അസുഖമല്ലാണോ? നീ പഴയതൊപ്പം വരാറില്ലേ? ഞാൻ പള്ളിയിലെന്ന് ചോദിച്ചാൽ ഞാൻ കാണാറുണ്ടല്ലോ. എന്നെ കാണാറില്ലേ? ഞാൻ 2 ദിവസം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കൊരു വാട്ടോ ഒരു പ്രയാസമൊക്കെ എന്താണ് ചിഞ്ചുമോളെ എന്റെ കാരണം? അതൊക്കെ പറയാനാ. പ്രായമായ സ്ത്രീയും കൂടെ ആണെങ്കിൽ ഭർത്താവില്ലാത്ത അവസ്ഥയില് മക്കൾ ഇപ്പൊ വരും, നാളെ വരുമെന്ന് നോക്കിയിരിക്കുകയാണ്. പക്ഷെ അവര് വരുന്നില്ല, കാശ് മാത്രം വരുന്നുള്ളൂ. അത് തന്നെയാ ചിഞ്ചുമോളെ എന്റെ ഒരു പ്രശ്നം. പിള്ളേരാണെങ്കിൽ ഇനി വരും, നാളെ വരുമ്പോൾ ഞാനും നോക്കിയിരിക്കുക. ഈ ഒറ്റയ്ക്കുള്ള ജീവൻ ഞാനാണോ മടുത്തു. ഇനി എന്താ ചെയ്യുക? നമ്മുടെ ഒരു ജീവിതം. ഞാനൊരു കാര്യം പറയാം, ഒരു സീക്രട്ട് പറയാം. എടുത്തു വന്നേ ചിഞ്ചുമോളെ, ഞാൻ എടുത്തു വന്നേ. എന്നെ കാണുമ്പോൾ നിന്റെ ഈ കുണുക്കോ നമ്മുടെ ഈ ചുറ്റിക്കളിയൊക്കെ റാബിറ്റ് വെച്ച് കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടുകാരല്ലേ വിചാരിച്ചു. ഇനി എങ്ങനെ ഇടവെക്കാത്ത മുഖത്ത് നോക്കുന്നത് സംശയമുണ്ടോ ചിഞ്ചുമോളെ? അങ്ങനെ വല്ലോ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഞാൻ അച്ഛനൊന്നും അറിഞ്ഞു കാണില്ലായിരിക്കും. എന്നാ ഒരു കാര്യം നമുക്ക് ചെയ്യാം. നീ അച്ഛനോട് എന്ന് പറയാമെന്നേ. ഞങ്ങൾക്ക് ഇനി കെട്ടിട്ട് ജീവിച്ചു വളർത്തു, ഞങ്ങൾക്കൊക്കെ ഒന്നിച്ച് ജീവിക്കണം. അച്ഛൻ എന്തെങ്കിലും പോകാൻ വഴി കണ്ടുപിടിക്കുമായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, പെരുന്നാളല്ലേ, അച്ഛൻ ചിലരെ കൂടുതൽ ചോദിക്കും ഈ പേര് പറഞ്ഞ്. ചിന്നമോളെ നീ അതൊന്നും വിഷമിക്കണ്ട. അതൊക്കെ ഇച്ചാൻ മാനം ചെയ്തോളാം. അതൊക്കെ ഇച്ചാൻ മാനം ചെയ്തോളാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ കല്യാണ വീട് ഇരിക്കുന്ന പിള്ളേര് കാണാനായിട്ട് ഏതാണ്ട് ലൈവ് പരിപാടിയൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. അത് നീ അങ്ങ് ചെയ്തോണം. എന്റെ ചിഞ്ചുമോളെ, എനിക്ക് ഫോണിലുള്ള ഒരു പരിപാടി അറിയത്തില്ല. അതൊക്കെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുക. പിന്നെ എനിക്ക് പിള്ളേർ പറയുന്നത് അച്ഛനും അമ്മച്ചിയും കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ അറിയില്ലല്ലോ എന്ന്. അത് ഞാൻ ഏർപ്പാടാക്കാം. എന്തോന്ന് നാണക്കേട്? ഇതൊക്കെ ഇപ്പൊ ഒരു ഫാഷനല്ലേ? ഇവന് ഫോളോ ചെയ്യും. നീ ഇച്ചാനതൊക്കെ മാനേജ് ചെയ്തോളാം. നീ അതൊന്നും പ്രയാസപ്പെടണ്ട. അതെ കേട്ടോ? ഓക്കെ.
കൊണ്ടിടുമ്പോൾ